അശ്വതി അല്പസമയം മുമ്പാണ് CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയെ ഇവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. MA ബേബിയും ബൃന്ദ കാരാട്ടും അതോടൊപ്പം തന്നെ ജയ്ക്ക് അടക്കമുള്ള സംസ്ഥാന നേതാക്കളും ഈ ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. പ്രതിഷേധം അതായത് ED ഹെഡ് ഓഫീസിന് മുൻപിലേക്കാണ് ഇത്തരത്തിൽ CPM-ന്റെ DC അതായത് ഡൽഹി സംസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സമരം അല്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. എന്നാൽ അനുമതി ലഭിച്ചിരുന്നില്ല അല്ലെങ്കിൽ അനുമതി നൽകിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രതിഷേധം ഈ ഒരു ഭാഗത്ത് വെച്ച് ഡൽഹി പോലീസ് തടഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പ്രതിഷേധക്കാരും പ്രവർത്തകരും പോലീസ് തമ്മിൽ വാക്കേറ്റമുണ്ടാകുകയും പിന്നീട് ഏകദേശം 30ഓളം പ്രവർത്തകരാണ് ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. വളരെ സമാധാനപരമായിട്ടാണ് പോലീസിൻ്റെ സമീപനമായിരുന്നത്. പക്ഷേ ഒരു പ്രകോപനവും ഇല്ലാതെ പ്രതിഷേധക്കാർ അല്ലെങ്കിൽ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു അക്രമ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അക്രമം അഴിച്ചുള്ള ഒരു പ്രവണത കാട്ടി. ആ സമയത്താണ് സ്വാഭാവികമായിട്ട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. എന്നാൽ അതേസമയം CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവർ വളരെ സമാധാനപരമായിട്ട് DC പോലീസും അതോടൊപ്പം തന്നെ IPS ഉദ്യോഗസ്ഥർ എത്തിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹത്തോട് ജീപ്പ് വാനിൽ കയറാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനൊന്നും വഴങ്ങാതെ അദ്ദേഹം അവിടെ ഇവിടെ അതായത് പ്രധാനപ്പെട്ട റോഡിൽ ഇരുന്ന് പ്രതിഷേധിക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടന്നു. ആ സാഹചര്യത്തിലാണ് പോലീസ് സ്വാഭാവികമായിട്ടും ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് വേണ്ടിയുള്ള ഘട്ടത്തിലേക്ക് കടന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, അതായത് മുഖ്യമന്ത്രിയും VD സതീശനും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒരുമിച്ചുള്ള ഒരു നീക്കമാണ് ഈ ED റെയ്ഡ് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതിനെപ്പറ്റി താൻ ഇപ്പോഴൊന്നും പ്രതികരിക്കാൻ തയ്യാറല്ല. അതേസമയം ഈ ED സ്വാഭാവികം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. കേസുമായി മുന്നോട്ട് പോകണമെന്നടക്കമുള്ള കാര്യങ്ങളിൽ EDക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് സ്വാഭാവികമായിട്ടും ED കേരളത്തിലും അതോടൊപ്പം തന്നെ ബാംഗ്ലൂരിലടക്കമുള്ള അവയിൽ റെയ്ഡ് നടത്തിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവിക നടപടിയാണ് EDയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ ഒരു പ്രകോപനവും ഇല്ലാതെ ഒരു കാരണവുമില്ലാതെയാണ് ഇന്ന് നിലവിൽ ഇപ്പോൾ CPM നേതൃത്വത്തിൽ ഈ EDയുടെ ഹെഡ് ഓഫീസിന് മുന്നിലേക്ക് ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതിയുടെ ഇടപെടലുണ്ടായിരുന്നു, കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അതിന് പ്രകാരമാണ് ED അന്വേഷണ സംഘം ഉദ്യോഗസ്ഥ സംഘം ഇത്തരത്തിൽ പരിശോധന നടത്തിയത്, റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെ രാഷ്ട്രീയമായി മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാനും ആ രീതിയിൽ പ്രകോപനം സൃഷ്ടിക്കാനുമുള്ള ഒരു നീക്കമാണ് CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? സുരേഷ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിലെ പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു. കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് EDക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് ED കടന്നത്. ഇതിനൊരിക്കലും രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമല്ല. ഇതൊരു സ്വാഭാവിക നടപടി മാത്രമാണ്. എന്തുകൊണ്ട് ഇതുവരെ ED ഇതുമായിട്ട് മുന്നോട്ട് പോയില്ല? സ്വാഭാവികമായിട്ടും വീണ വിജയൻ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിയിൽ കോടതിയിലിരിക്കുന്ന വിഷയമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ED മറ്റു നടപടിയിലേക്ക് കടക്കായിരുന്നത്. സ്വാഭാവികമായിട്ടും ഇന്നലെ കോടതി തന്നെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു, കേസുമായിട്ട് മുന്നോട്ട് പോകാം എന്നൊരു പശ്ചാത്തലം വന്നിരുന്നു. ആ ഒരു അത് EDയുടെ ഒരു സ്വാഭാവിക നടപടി മാത്രമാണ്. വളരെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ല എന്ന് ആദ്യം മുതൽക്കേ EDയും അതോടൊപ്പം തന്നെ മറ്റുള്ളവർ വ്യക്തമാക്കുന്നുണ്ട്. സ്വാഭാവിക നടപടി മാത്രമാണ് ഇത്. പക്ഷേ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ CPM നേതാക്കളെയും മനഃപൂർവ്വം ED ഇത്തരത്തിൽ കുരുക്കാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള കാര്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇന്ന് നടത്തിയ പ്രതിഷേധത്തിലും അവർ പറയുന്നത് ഈ EDയെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ടൂളായി മാറ്റുന്നു എന്നടക്കമുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പക്ഷേ അത്തരത്തിലൊരു യാതൊരുവിധ നടപടിയും ഇല്ല എന്ന് ഈ വാർത്ത കേൾക്കുന്നവർക്കും ഈ വാർത്തയെപ്പറ്റി മനസ്സിലാക്കുന്നവർ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോടതി വിധി ഉണ്ടായിരുന്നു. ED എക്സോളജിക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ മണി ലോണ്ടറിയുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് സ്വാഭാവിക നടപടിയുമായി ED എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ED നടപടി നിയമപരമായി നടക്കുന്ന ഈ നടപടിയാണ്. ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ്, സൂചിപ്പിച്ചതുപോലെ തന്നെ എക്സാലോജിക് CMRൽ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള റെയ്ഡ് നടക്കുന്നത്. ദിലീപ് പറഞ്ഞതുപോലെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. കൃത്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങളാകാം. അത്തരത്തിലുള്ള നിർദ്ദേശത്തിന്റെ പുറത്തു തന്നെയാണ്